ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്. എനിക്ക് തോന്നുന്നു കുറച്ച് നാളായി എന്തൊക്കെയൊക്കെയോ കുക്ക് ചെയ്തിട്ട്. ഇവിടെ വന്നതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഷെഫ് മോഡ് ഭയങ്കര ആക്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം കുറേ കുറച്ചധികം നാളായി കുക്ക് ചെയ്തിട്ട്. കുക്കിംഗ് മറന്നു പോകുന്നുള്ളൊരു പേടി കാരണം ഒരു 2-3 ദിവസമായിട്ട് ഭയങ്കര ഇതാണ്, കുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നടക്കായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ബിരിയാണിക്ക് ക്രേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. പക്ഷേ ഇത് സക്സസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഇത് എൻ്റെ റെസിപ്പി അല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റുഡൻറ്റ് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. അവനിപ്പം ഷെഫാണ്, ദുബായിലാണ്. ഞാൻ ചോദിച്ചു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പി പറയുമെന്ന് ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞു തന്നു. അപ്പം നമുക്ക് നോക്കിയപ്പം നമ്മളുടെ കയ്യിലുള്ള തന്നെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഐ തോട്ട് ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബിരിയാണി സക്സസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ ഒരു വിചാരം. സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഞാൻ ഇൻഗ്രീഡിയൻസ് ആദ്യം പറയാം. ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഓൾറെഡി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. സത്യം പറഞ്ഞാൽ മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇൻ കേസ് ഇന്ന് എനിക്ക് എന്തെങ്കിലും തിരക്ക് വന്നാൽ ചിലപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇട്ടാലോ എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് ഞാൻ മാരിനേറ്റ് ചെയ്തത് സാധാ ഒരു മാരിനേഷൻ ആയിരുന്നു. ലൈക്ക് എന്താണ്, സോൾട്ട്, പെപ്പർ പൗഡർ, ചില്ലി പൗഡറും കേർഡും ഒരു മിക്സ് പോലെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് മാരിനേറ്റ് ചെയ്താണ്. മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ബിരിയാണിക്ക്. പിന്നെ ഞാൻ നേരത്തെ ചെയ്തു പോയതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഇത് പച്ചമുളക്, ഇഞ്ചി, ജിഞ്ചർ, ഗാർലിക് ആൻഡ് ഗ്രീൻ ചില്ലി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വി ഹാവ് ഓൾ ദ സ്പൈസസ് ഉണ്ട്. ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ, പട്ട എല്ലാം എടുത്തിട്ടുണ്ട്. ഏലക്ക. അപ്പോൾ ഏലക്ക ആക്ച്വലി നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട്, ഭയങ്കരമായിട്ട് കട്ട് ചെയ്യണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് ഒരു പോക്ക് ചെയ്ത് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ ഇറങ്ങാനായിട്ട്. കാരണം നമ്മൾ അതേപോലെ എടുത്തിട്ട് കഴിഞ്ഞാൽ ആ ഫ്ലേവർ ഇറങ്ങൂല. പിന്നെ വി ഹാവ് സവോള. പിന്നെ വി ഹാവ് ചിക്കൻ ബിരിയാണി മസാല. ഞാൻ ഈസ്റ്റേണിൻ്റെ ആണ് എടുത്തത്. ഇതാണ് എനിക്കിവിടെ കിട്ടിയത്. പിന്നെ വി ഹാവ് ഗീ, ദെൻ ടേമറിക് പൗഡർ, പിന്നെ സോൾട്ട്. പിന്നെ ഒരു സ്പെയറായിട്ട് ഞാനൊരു ഗാർണിഷിനൊക്കെ ഉള്ള നിലയിൽ ഞാനൊരു 2 പുതിനയും മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയി കാണും ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ അതൊരു 30 മിനിറ്റ്സ് നമുക്ക് സോക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ഇന്നലെ ചെയ്തു പോയി. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തായാലും വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് ബിരിയാണി ആൻഡ് ഐ ഹോപ്പ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ സക്സസ്. എന്തായാലും നമുക്ക് കണ്ടറിയാം എങ്ങനെ പോകും കാര്യങ്ങൾ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണ നമുക്കിങ്ങനെ ഓക്കെ, ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇനി നമുക്ക് ഒന്ന് ചൂടാക്കാൻ വെക്കാം. നമ്മളുടെ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് സോട്ട് ചെയ്യാൻ അണിയൻസ് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട് എണ്ണ. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ അണിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇത് മിക്സ് ആക്കി കൊടുക്കാം. ഗൈസ്, ഞാൻ ചെറിയൊരു കാര്യം മറന്നുപോയി. നമ്മൾ ആക്ച്വലി എണ്ണയിൽ തന്നെ കുറച്ച് നെയ്യ് ഇടണമായിരുന്നു. അപ്പോൾ അത് ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ ഇപ്പോഴാണ് നെയ്യ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി നമ്മളത് ആദ്യമേ ആഡ് ചെയ്യണമായിരുന്നേ. എന്നിട്ട് വേണമായിരുന്നു നമ്മൾ ഈ സവോള ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിതിൻ്റെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസും ക്വാണ്ടിറ്റിയും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ സവോള ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ കളറൊക്കെ മാറി തുടങ്ങി. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാമേ.
സത്യം പറഞ്ഞാൽ മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ നേരത്തെ ചെയ്തു പോയെന്നേ ഉള്ളൂ. സോ നമുക്കിത് ആഡ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാവേ. അപ്പം നമ്മൾ ഇത് നല്ലപോലെ ലോ ഫ്ലെയിം ടു ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്കിനും നമ്മൾ ഈ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് ഈ ഒരു പച്ചമണം പോകുന്ന വരെ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി മസാല ആഡ് ചെയ്യാം. സോ ഞാനിപ്പോൾ നമ്മൾ എത്ര ചിക്കനാണോ എടുക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. കുറച്ച് ആഡ് ചെയ്താൽ മതി, കുറേ ഓവർ ആക്കണ്ട. കൂടിപ്പോയാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, പക്ഷെ കുറഞ്ഞു പോയാൽ നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, സോ അത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഉപ്പ്, ഞാൻ ആക്ച്വലി ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് അധികം ഉപ്പ് കൂടുതൽ ഇട്ടു, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഇപ്പം നിങ്ങൾ മാരിനേറ്റ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാമേ. ഇനി നമുക്ക്, ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ പറയാൻ മറന്നുപോയ ഒരു കാര്യമാണ് ടൊമാറ്റോ. സോ നമുക്ക് അതും ഇതിലേക്ക് ആഡ് ചെയ്യാമേ. അപ്പോൾ ഇനി നമ്മൾ ഈ ടൊമാറ്റോ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. സോ ഇനി ഇതൊന്ന് കുറച്ച് കുക്കാവുന്ന വരെ നമുക്കിത് അടച്ചു വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട് ചെയ്യാനായിട്ട്. സോ നമുക്കത് ചെയ്യാം. ഓക്കെ, സോ അത് കുക്ക് ചെയ്യാൻ വെച്ച ടൈമിൽ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം, ആൻഡ് നമ്മുടെ ചിക്കനും കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് രണ്ടും നടക്കുന്ന ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് വെക്കാം. സോ നമുക്ക് നമ്മൾ റൈസിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചു, ആൻഡ് ഇവിടെ നമ്മുടെ ചിക്കൻ കുക്ക് ആയിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ ജസ്റ്റ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം, ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഹോൾ സ്പൈസസ്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മൾ ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ, ബേ ലീവ്സ് ഉണ്ട്, നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് കുറച്ച് ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് വേണം വെക്കാനായിട്ട്. ആൻഡ് നമുക്ക് ഇതും കൂടി ആഡ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ബേ ലീവ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്ലേവർ ആയിരിക്കും ഗൈസ്. ആൻഡ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പം എല്ലാം ആവശ്യത്തിന് സോട്ടായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ റൈസ് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് കുറച്ച് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ വേണേ ആഡ് ചെയ്യാനായിട്ട്, മൊത്തത്തോടെ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയല്ല. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നമ്മളുടെ റൈസ് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്യാം.
ഇളക്കണം എന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ റൈസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എപ്പോഴും ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യണ്ട, ഒന്ന് ഒരു 5 മിനിറ്റ് കൂടുമ്പം മിക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളുടെ റൈസ് ഒരു 70% കുക്കായിട്ടുണ്ട്. അപ്പം അത്രയും കുക്കായാൽ മതി, കാരണം നമ്മൾ ഇനിയും ചിക്കൻ്റെ കൂടെ ഇട്ട് ദം ചെയ്യുമല്ലോ. സോ അതുകൊണ്ട് അത്രയും കുക്കായാൽ മതി. ഇനി നമുക്കിത് പെട്ടെന്ന് സ്ട്രെയിൻ ചെയ്യണം. അതൊരു ക്വിക്ക് പ്രോസസ്സാണ്, അതുകൊണ്ട് ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം ഞാൻ ഇവിടെ കിടന്ന് ഓടാൻ പോയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്ട്രെയിൻ ചെയ്യണം. കാരണം നമ്മൾ ഇങ്ങനെ പയ്യെ സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും മേളത്തെ റൈസ് ഒക്കെ സ്ട്രെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കിനും അടിയത്തെ റൈസ് മൊത്തം ഓവർ കുക്കായി പോകും. അപ്പം നമ്മൾ ഇത് കുക്കായി ഉടനെ തന്നെ എന്താ പറയുക, നമ്മൾ സ്ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ കുക്കായോ എന്ന് എങ്ങനെ മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരു റൈസ് എടുത്ത് കഴിക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു ആദ്യം അത് കടിക്കുമ്പം നമുക്ക് അതിൻ്റെ നടുക്കത്തെ ഒരു പോർഷൻ കുറച്ച് കട്ടിയായിട്ട് തോന്നും. പിന്നെ അത് കടിക്കുമ്പം അത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു 70% കുക്കായി. ഇപ്പോൾ കുക്കായി, ഇനി ഇത് ഞാൻ സ്ട്രെയിൻ ചെയ്തില്ലെങ്കിൽ ഇത് ഓവർ കുക്ക്ഡ് ആവും. സോ ഞാനിത് സ്ട്രെയിൻ ചെയ്തിട്ട് കാണിക്കാം. സോ ഗൈസ്, എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു നമ്മൾ ലെയർ ചെയ്യുന്ന വീഡിയോസ് കുറച്ച് മിസ്സിങ് ആയിപ്പോയെന്ന് മനസ്സിലായത്. അപ്പോൾ ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ ബോട്ടം ലെയറിൽ കുറച്ച് ചിക്കൻ കറി ആഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ റൈസ്, അതിൻ്റെ മേളിൽ ഫ്രൈഡ് അണിയൻസ്, പിന്നെ കുറച്ച് നെയ്യ്, അങ്ങനെ നമ്മളൊരു ലെയർ ചെയ്തു. അതിന് ശേഷം ലാസ്റ്റ് കുറച്ച് ഗ്രേവി ബാക്കി വന്നത് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ഫ്രൈഡ് ഓണിയൻസും മല്ലിയിലയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തു. ഇനി നമ്മൾ ദം ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മളുടെ പോട്ടിൻ്റെ കറക്റ്റ് സൈസിലുള്ള ഫോയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ടോപ്പിൽ വെച്ച് നമുക്ക് എല്ലാ സൈഡ്സും സെക്യൂർ ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് വേണം സെക്യൂർ ചെയ്യാനായിട്ട്, കാരണം നമ്മൾ ഒരു ഇത്തിരി ഗ്യാപ്പ് പോലും ഉണ്ടെങ്കിൽ അത് ശരിയാവില്ല. സോ നമ്മൾ നല്ല ടൈറ്റായിട്ട് സെക്യൂർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിന് ശേഷം നമുക്കൊരു ഫോർക്ക് എടുത്ത് ഒരു 4 സൈഡിലും മിഡിലായിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ കുക്ക് ടൈം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ്സ് കുക്ക് ടൈം ഉണ്ട്. അതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് ജസ്റ്റ് നല്ലപോലെ ഒന്ന് അടച്ച് ദം ചെയ്യാൻ വെക്കുക. സോ ഇനി നമുക്കൊരു 30 മിനിറ്റ്സിന് ശേഷം കാണാം. ഒരു 1 ഹവറിന് ശേഷം കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുക്ക് ടൈമും റെസ്റ്റ് ടൈമും ഒക്കെ കഴിഞ്ഞു, ഒരു 1 ഹവറായി. ഇനി നമുക്കിത് പയ്യെ ഓപ്പൺ ആക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. എടാ, കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. പപ്പടൊക്കെ കൂട്ടി കഴിക്കുക. ചിക്കൻ ഒന്നും വേണ്ടേ? ചിക്കനൊക്കെ എടുത്ത് ഒന്നുകൂടി പറയാൻ കേട്ടില്ല. കുറച്ച് കൊറേ കഴിച്ച വിനോദ് ശേഷം കഴിക്കും. വിനോദ് ശേഷം കഴിക്കും. കഴിച്ചില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹലോ ഗൈസ്, ഇപ്പം അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് പേർക്ക് വേണ്ടിയാണ് ബിരിയാണി ഉണ്ടാക്കിയത്, പക്ഷെ നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സൊക്കെ വന്നു ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ബിരിയാണി? ഓ, അങ്ങോട്ടും എനിക്ക് പറ. സോ പക്ഷെ എനിക്ക് തോന്നുന്നു റൈസ് കുറച്ചുകൂടി കുക്കാവണമായിരുന്നു. എനിക്ക് മറ്റേ കൈമാരി കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഐ യൂസ് ബസ്മതി. കൈമാരി ആയിരുന്നു അടിപൊളിയായിട്ട് കിട്ടിയത്, അപ്പം അതൊരു പ്രശ്നമായിരുന്നു. അല്ലാണ്ട് ഇറ്റ് വാസ് ഗുഡ്. അപ്പം ടുഡേ ഈസ് our last day in Charlotte and so tomorrow we are going to Florida. So ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ 10 or 11 എന്തോ 12 ആകും, കാരണം ഞങ്ങളാണല്ലോ
സോ ഇവിടുന്ന് 2 മൈൽ പോകുമ്പോഴത്തേക്കും ഛർദിലും എല്ലാം തുടങ്ങിയിട്ട് സോ സോ നമുക്ക് ഉറങ്ങാൻ പോകണം. ഇറ്റ്സ് ഓൾറെഡി 11, അവരിപ്പോൾ പോയതേ ഉള്ളൂ. എനിവേ അങ്ങനെ നമ്മൾ ബിരിയാണി സക്സസ് ആയിരിക്കുന്നു ഗായ്സ്. ആൻഡ് അപ്പം നല്ല പപ്പടവും സാലഡൊക്കെ കൂട്ടി കഴിച്ചു. ഇറ്റ് വാസ് യമി എന്നൊക്കെ ഇവർ പറയുന്നു, എനിക്കറിയില്ല. ശരിക്കും ആയിരുന്നോ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോ? ഷുഡ് എവരിവൺ ട്രൈ ദിസ്? ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.